ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളൊരു റെസ്റ്റോറൻറ്റ് വീഡിയോസായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ളത്. നമ്മൾ മണിച്ചിത്രത്താഴ് മൂവിയിലെ പോലെ ഭയങ്കര ഹൈപ്പായിട്ടാണ് ഇവരുടെ ഒരു ഓപ്പണിംഗ് ഡോറിൻ്റെ ഒരു സ്ട്രക്ചർ അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓപ്പനിങ് ഒക്കെ അടിപൊളിയായിരുന്നു. അവർ തുറക്കുമ്പോൾ തന്നെ നമ്മുടെ കാഞ്ചന മൂവിയിലെ സോങ് ഒക്കെ ആയിരുന്നു. ഭയങ്കര ഒരു എക്സ്പീരിയൻസ്ഡ് ആയിരുന്നു സ്റ്റാർട്ടിങ് തന്നെ. പിന്നെ ഓരോ മിററിൽ നമ്മൾ നോക്കുമ്പോഴും നമ്മളതിൻ്റെ റിഫ്ലക്ഷൻ നമ്മുടെ ഫേസ് അതിൽ വരുമ്പോൾ അതിൻ്റെ ബാക്കിൽ തന്നെ ഗോസ്റ്റൊക്കെ വരും. സോ ഞങ്ങൾ ഡൈൻ ചെയ്തിരിക്കുന്നത് മേലെയാണ്. സോ ഇവിടെ 2 ഫ്ലോറുണ്ട്, ഗ്രൗണ്ട് ഫ്ലോർ ആൻഡ് ഫസ്റ്റ് ഫ്ലോർ. സോ അങ്ങോട്ട് പോകുമ്പോൾ അവിടുത്തെ ഓപ്പണിംഗ് ഡോറാണിത്. ഓപ്പണിംഗ് ഡോറൊക്കെ അടിപൊളിയായിട്ട് അനബിളുടെ പിക്ചറൊക്കെ വെച്ച് അങ്ങനെ ഓപ്പണൊക്കെ ചെയ്ത് നമ്മൾ ഉള്ളിലോട്ട് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ലാസ്റ്റ് കോർണർ സീറ്റാണ് നമുക്ക് ബുക്ക് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ അവിടെയും വർക്കേഴ്സ് ഉച്ചയ്ക്കിടെ ഒരു പിക്ചറൊക്കെ വെച്ച് നമ്മൾ അതിലൊക്കെ നോക്കി. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് ഫ്രഞ്ച് ഫ്രൈസ്, ചിക്കൻ ഫ്രൈ, അത് കഴിഞ്ഞത് മട്ടൻ്റെ സർക്കിളായിട്ടുള്ള സംഭവം, ബട്ട് ഇറ്റ്സ് വെരി ജ്യൂസി. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ജപ്പാൻ ചിക്കൻ. ഇത് വേറെ ലെവലായിരുന്നു കേട്ടോ മോനെ. പക്ഷെ കിട്ടിയത് എനിക്ക് 3 വിങ്സ് ആയിരുന്നു. അതിൻ്റെ അടുത്തത് ഫിഷ് കുനാഫ. അത് കഴിഞ്ഞത് ഇതാണ് സ്റ്റാറ്റസ്. കഴിഞ്ഞത് നമുക്ക് നാൻ, ക്രാബ് കറി, പാസ്ത, മട്ടൻ കറി, ബിരിയാണി. ഇതിൽ ക്രാബ് ഞാൻ കഴിച്ചപ്പോൾ എനിക്കത് എങ്ങനെ കഴിക്കണം സത്യമായിട്ട് അറിഞ്ഞില്ല. ബട്ട് ഇറ്റ് ഈസ് വെരി യമ്മി, അത്രേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യുമ്പോഴാണ് ഇടയിലൊരു പവർ കട്ട്. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ കറണ്ട് പോയതാണ്. പക്ഷേ അതിൻ്റെ കുട്ടൻസ് പിന്നീടാണ് മനസ്സിലായത്. നിങ്ങൾ വീഡിയോ കണ്ടു നോക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഗോസ്റ്റ് ഇൻ ബിറ്റ്വീൻ ഫുഡ് കഴിക്കാൻ അതിൻ്റെ ഇടയിൽ വരികയാണ്. ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ചെന്നൈ അണ്ണാനഗറിൽ എന്നൊരു സ്ഥലത്താണ്. ഒരു ഹൗസിംഗ് കോളനിയാണ്. ബട്ട് അവിടെ അവർ ഇതുണ്ടാക്കി വെച്ച ഒരു മെയിൻ്റനൻസ്, ആംബിയൻസ്, സ്ട്രക്ചർ എല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ ഇതെല്ലാം കണ്ടപ്പോൾ തന്നെ പുള്ളിക്കാരുടെ ഇറലേ പോയി. വരുമ്പോൾ ഗോസ്റ്റിനെ കാണണം, തല്ലണം, പിടിക്കണം പറഞ്ഞ ആളെ ഇപ്പോൾ കണ്ടത് പേടിച്ച് അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് താഴെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള എങ്ങനെയെന്ന് ചുമ്മാ കയറി നോക്കാമെന്ന് നോക്കുമ്പോൾ അവിടെ ഇതേപോലെ മേലത്തെ പോലെ തന്നെ വെനസ്ഡേയുടെ പിക്ചറും ഡൈനിങ് മോജ ബോർഡിൻ്റെ ഒരു ഭയങ്കര സ്റ്റാറ്റർഡേ സൂപ്പറായിട്ടുണ്ടായിരുന്നു. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ഇനി ആരെങ്കിലും ചെന്നൈയിൽ വരികയാണെങ്കിൽ എന്തായാലും ഈ ഒരു റെസ്റ്റോറൻറ്റ് എക്സ്പീരിയൻസ് ചെയ്യണം.